നമ്മുടെ അടുത്തൊരു പട്ടി ഒരു ഡബ്ബ തലയെ കുടുങ്ങിയിട്ട് 2 ദിവസമായിരുന്നു. ഒരു സുഹൃത്ത് വിളിച്ച് നമ്മൾ ചെന്നപ്പം 2 ദിവസവും ഞാൻ ഓടി പിടിക്കാൻ നോക്കി. ഇപ്പം 4-ാം പൊക്കം ഒരു രക്ഷയില്ല. നാട്ടുകാരൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരുമാതിരി ഞാൻ എൻ്റെ കൂടെ 2-3 പേരോടൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും പേടി. ഇതെന്നു വെച്ചാൽ വഴി കൂടെ നടക്കുന്ന പട്ടികളാണല്ലോ, പേ ഉണ്ടോ എന്നൊക്കെ പേടി. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ ഡാഡിയോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഡാഡിയും ചെന്നു. ഇനി അവസാനത്തെ വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു 8 മുഴം 30 വല ഇരിപ്പുണ്ട്. ഇച്ചിരി കട്ടിയുള്ള നൂലാണ്. നമുക്ക് വീശി ഡാഡിയോട് പറഞ്ഞ് അപ്പുറം വഴി വാ. അപ്പം ഞാൻ ആ മരത്തിൻ്റെ അവിടെ ഒളിച്ചിരുന്നു. വരുന്ന തക്കം നോക്കി വീശണം. വീശി പിടിച്ചിട്ട് വേണം നമുക്ക് പതുക്കെ ഇവനെ ഡബ്ബയിൽ നിന്ന് ഊരാൻ. അങ്ങനെ വല വീശി കറക്റ്റ് വലയെ കുടുങ്ങി. നൂല് വലയാണ്, അതുകൊണ്ട് നമുക്ക് എളുപ്പം അവൻ പൊട്ടിക്കത്തില്ല. 30 വലയാണ്. അങ്ങനെ അവനെ ഇവിടെ കിടന്ന് ചാടി. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് അതിനെ പിടിച്ചു. ഒറ്റയ്ക്ക് പിടുത്തം നടക്കത്തില്ല. അതിൻ്റെ മരണപ്രാളത്തിലുള്ള 4 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു അവന്. അതുകൊണ്ടാണ് നമുക്ക് അവനെ അങ്ങനെ പിടിക്കാൻ പറ്റിയത് തന്നെ. അങ്ങനെ ഞാൻ ഡാഡിയും വന്നു. ഞങ്ങൾ അവനെ കാലിലും കയ്യിലും പിടിച്ച്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള പട്ടികളുടെ സ്നേഹം, ഞാൻ 3 ദിവസം അവിടെ ചെല്ലുമ്പം ഈ കൂടെ 2 3 പട്ടികൾ എപ്പോഴും ഉണ്ട്. മനുഷ്യർ പോലും കാണിക്കാത്ത ആ സ്നേഹം ആ പട്ടികൾ, 2 പട്ടികൾ 3 പട്ടികളുണ്ടായിരുന്നു ഫുൾ ടൈം കൂടെ. ഞങ്ങൾ പിടിക്കുമ്പോഴും അവർക്ക് അത്ര രക്ഷിക്കാനാണോ എന്നാത്തിനാന്ന് അറിയത്തില്ല, അവന്മാർ നമ്മളെ ആക്രമിച്ചില്ല. പക്ഷെ അവർക്കത് മനസ്സിലായി കാണും. അതുപോലെ ഞങ്ങൾ ഡബ്ബ നല്ല ടൈറ്റ് ഡബ്ബയായിരുന്നു. കുറേ നേരം ഊരാൻ ശ്രമിച്ച്. അങ്ങനെ ഫൈനലി ഊരി അവൻ ഓടി മാറി നിന്ന് നമ്മളെ നോക്കി 2-3 കുരച്ചു. നന്ദി പറഞ്ഞതായിരിക്കാം. അങ്ങനെ ആ വലയും കഷ്ടപ്പെട്ടെടുത്ത്. ഈ വലയുടെ അവസ്ഥ കണ്ടോ, ഒരു രക്ഷയില്ല. അത് ക്ലീൻ ആക്കണേ നമ്മുടെ ഊപ്പാട് തീരും. അങ്ങനെ വലയെല്ലാം വീട്ടിൽ വെച്ചിട്ട് വന്നപ്പോൾ അവൻ്റെ വഴിയിൽ നിൽക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്ത കടയിൽ പോയി ഇച്ചിരി വെള്ളവും മേടിച്ച് ഒരു ബിസ്ക്കറ്റും മേടിച്ച്. 4 ദിവസമായില്ലേ ഭക്ഷണം കൊടുത്തിട്ട്. അത് മേടിച്ച് വല നൂർത്തപ്പോഴത്തേക്കിനും വല ആ മരത്തേൽ വരുന്ന ഒരു പ്രദേശം മൊത്തം കീറി. 2 സ്ഥലത്തേ ഉള്ളൂ കീറൽ. ഒന്നാം മരത്തിൽ കഴിഞ്ഞപ്പോൾ വലിച്ചതായിരിക്കും. പിന്നെ അവൻ്റെ ദേഹം